ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെസ്റ്റിലാണ്. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു. നമ്മൾ അവിടെ നിന്നിടത്തുനിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിരിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു കോസ്റ്റൽ പാത്താണ്. നമുക്ക് അവിടെ നിന്ന് കുറേ ദൂരം ഹൈക്ക് ചെയ്ത് നടന്നു വരാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റ് ആർക്കും ബ്ലാക്ക് ആർക്കും ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആർക്ക് ഇവിടെ കണ്ടുപിടിച്ചു. ആ കാണുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഇപ്പോൾ ഇവിടെ സമയം എത്രയാണെന്നറിയുമോ? ഏകദേശം 8:30 ആയിട്ടുണ്ട്. രാത്രി 8:30. എന്ത് നല്ല ക്ലൈമറ്റ് ആണ്. ഞങ്ങൾ വൈകുന്നേരം 5:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഭയങ്കരമായിട്ടും ക്ലൗഡി ആയിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ചാറ്റൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ദൈവം സഹായിച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ലൊരു സൺസെറ്റും കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് വൈറ്റ് ആർക്കിലേക്ക് പോകും. നമുക്കിപ്പോഴും വൈറ്റ് ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കുറേ നടക്കാറുണ്ട്. മിക്കവാറും ഞാൻ ഇന്നത്തെ പിന്മാറുന്ന ലക്ഷ്യമുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു കടലിൻ്റെ വ്യൂ കാണിച്ചെത്തി. എന്ത് നല്ല വെള്ളം ഇങ്ങനെ നല്ല ക്ലിയർ വാട്ടറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് കാണാൻ പറ്റുന്നത്. നല്ല നീല വെള്ളം, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അങ്ങ് ഒരു ലൈറ്റ് ഹൗസും കാണാം. കുറേ മലകളൊക്കെ അങ്ങ് കാണാം. പക്ഷെ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഗായ്സ്, നമ്മളിപ്പോഴും നമ്മുടെ വൈറ്റ് ആർച്ചിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഞങ്ങൾ കുറേ നേരമായി നടക്കാറുണ്ട്. ഞാൻ മടുത്തു. അതുകൊണ്ട് ചില സമയത്ത് ശ്വാസം എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒച്ച ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമായിരിക്കും. എനിവേ, പക്ഷേ ഈ ഒരു സീനറി നിങ്ങളെ കാണിക്കണം തോന്നി. നോക്കിക്കേ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റൽ പാത്താണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ദേ അങ്ങേ സൈഡില്ലേ, ദേ അവിടെ ആ സൈഡ് ബേസിക്കലി നമ്മൾ അവിടെ നിന്നാണ് ഈ ഒരു പാത്ത് വഴി ഇവിടം വരെ എത്തിയത്. ഇതെല്ലാം സൈൻ പോസ്റ്റ് ആട്ടോ. അവർ കറക്റ്റായിട്ട് അവർ നമ്മൾ വേ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. ഹോപ്പ്ഫുള്ളി ഇവിടെ അടുത്തെത്താറായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മടുത്തു. ഇനി തിരിച്ചിതുപോലെ തന്നെ അങ്ങോട്ട് നടക്കാനുള്ള. സോ ഇനി വേക്കാമോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ടെന്ന്. കാരണം ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും എനിക്കറിയത്തില്ല അത് എത്രത്തോളം ക്യാമറയ്ക്ക് ഒപ്പം കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ താഴെയൊക്കെ നമുക്ക് കുറച്ച് ഇതുണ്ട് കേട്ടോ. ഒരു ഇങ്ങനെ കര പോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഞങ്ങൾ ഇറങ്ങാനൊന്നുമില്ല. മുമ്പോട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ. ഒരു ചെറിയ ചാല് പോലെ, ആ ഒരു വലിയ കടലിനകത്ത് അവിടെ ചെറിയ ചാല് പോലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. എന്ത് രസമല്ലേ കാണാൻ. നമ്മളിതേ ഫൈനലി സമയം 9:30 ഞങ്ങൾ 8:30 തുടങ്ങിയതായിട്ടല്ല, അതിന് മുമ്പ് തുടങ്ങിയതാണ്. ഞങ്ങൾ ഫൈനലി കണ്ടുപിടിച്ചു നമ്മുടെ വൈറ്റ് ആർക്ക്. ആ കാണുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ തെറ്റി. ഞങ്ങൾ കുറേ മുമ്പോട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ വെച്ച് നോക്കി ഞങ്ങൾ തിരിച്ച് ബാക്കോട്ട് വന്നപ്പോഴാണ് സംഭവം കണ്ടത്. ഇതുപോലെ നമ്മൾ മുമ്പേ കണ്ടു ബ്ലാക്ക് ആർക്ക്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഈ ഒരു കോസ്റ്റൽ വോക്ക്. സത്യം പറഞ്ഞാൽ കോസ്റ്റൽ വോക്ക് വളരെ നൈസാണ്. ശരിക്കും നമുക്കൊരു എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടായി? ഒരു 5-6 ഞങ്ങൾ അത്യാവശ്യം എനിക്ക് 2-3 മണിക്കൂർ ഞങ്ങളിപ്പോൾ നടന്നിട്ടുണ്ട്. നല്ലൊരു എക്സസൈസും നല്ലൊരു ഹൈക്കിങ്ങും ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ നല്ലൊരു സൺസെറ്റൊക്കെ ആസ്വദിച്ചു. ഇനി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകണം. നാളെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി പയ്യെ വീട്ടിലേക്ക് പോകണം. ഇവിടുത്തെ ഏകദേശം 2.5 മണിക്കൂർ തിരിച്ചാക്കി ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പം ഇനി വേറൊരു ട്രാവൽ വ്ലോഗുമായിട്ട് നമുക്ക് കാണാം.